1917 രൂപീകൃതമായ ലോകത്തിലെ ഏറ്റവും വലിയ സേവന പ്രസ്ഥാനം ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാപ്റ്റർ 2019 ഡിസംബറിൽ തുടക്കം കുറിച്ചു. അന്നത്തെ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്ന ലയൺ MD ഇഗ്നേഷ്യസ് PMJF ആണ് ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചാർട്ടർ പ്രസിഡന്റ് ലയൺ M നാരായണൻ്റെയും ചാർട്ടർ സെക്രട്ടറി ലയൺ ചാൾസ് P ചാണ്ടിയുടെയും ചാർട്ടർ ട്രഷറർ ലയൺ പ്രേംജി ബിയുടെയും നേതൃത്വത്തിൽ ലയൺസ് പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ സ്വന്തം പാദമുദ്ര പതിപ്പിച്ച് മുന്നേറാൻ ക്ലബിനായി. വേറിട്ട സേവന പ്രവർത്തനങ്ങളും ദിനാചരണങ്ങളും ആഘോഷങ്ങളും നടത്തി ലയൺസ് പ്രസ്ഥാനത്തിൽ ഒരു ഫാമിലി ക്ലബ് എന്ന തലത്തിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രശസ്തമായി. മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ക്ലബ് എക്സലൻസ് അവാർഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ലബിന് ആദ്യ വർഷം തന്നെ ലഭിക്കുകയുണ്ടായി. ക്ലബിൻ്റെ രണ്ടാമത് PhD 2021 ജൂലൈയിൽ അധികാരമേറ്റെടുത്തു. ചാർട്ടർ PhDയുടെ കാലത്തെ പൊലിമ ഒട്ടും നഷ്ടപ്പെടുത്താതെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് രണ്ടാമത്തെ PhD ശ്രമിച്ചത്. ലയൺ സജിത് CK പ്രസിഡൻ്റായും ലയൺ മനോജ് K സെക്രട്ടറിയായും ലയൺ സുനിൽ കുമാർ AN ട്രഷററായും തങ്ങളുടെ സേവനകാലം മികവുറ്റതാക്കി. വൈവിധ്യമാർന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൻ്റെ മുഖമുദ്രയായി മാറി. ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി 2021-22 വർഷത്തിലെ മൾട്ടിപ്പിൾ 318 ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലബ് പ്രസിഡന്റ് അവാർഡ് ലയൺ സജിത് CKക്ക് ലഭിച്ചത് ക്ലബിൻ്റെ അഭിമാന മുഹൂർത്തമായി. കൂടാതെ 318Dയിലെ ഏറ്റവും നല്ല ക്ലബിനുള്ള അവാർഡ്, കാർ എക്സലൻറ്റ് ക്ലബ് പ്രസിഡന്റ് അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ക്ലബിനെ തേടിയെത്തി. ക്ലബിൻ്റെ മൂന്നാമത്തെ PhD ലയൺ അഡ്വക്കേറ്റ് ബാബുരാജ് K പ്രസിഡൻ്റായും ലയൺ ശ്രീജിത്ത് CK സെക്രട്ടറിയായും ലയൺ എഞ്ചിനീയർ നവീൻ C ട്രഷററായും ചുമതലയേറ്റു. മുൻ 2 PhDകളുടെയും പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേറിട്ട പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നടന്നത്. 1000-ലധികം സർവീസുകൾ ഒരു ലയണിസ്റ്റിക് വർഷത്തിൽ തന്നെ നടത്തുവാൻ സാധിച്ചു എന്നത് ക്ലബിനും അതിലുപരി PhDക്കും അഭിമാനമായി മാറി. ഈ വർഷത്തെ ഡിസ്ട്രിക്റ്റിലെ ബെസ്റ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അവാർഡുകൾ PhDക്ക് ലഭിച്ചത് അഭിമാനമായി. ഞാൻ ലയൺ സജിമോൻ നായർ, എൻ്റെ കൂടെ ലയൺ സുരേഷ് V, ലയൺ ബിനു V. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4ാമത്തെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. 2023 ജൂലൈ 1 അധികാരമേറ്റ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. 2023 ജൂലൈ 1 5 പ്രൊജക്റ്റുകളോടെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ മുൻ PhD നടത്തിവന്നിരുന്ന തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ സൗജന്യ കഞ്ഞി വിതരണമായ കഞ്ഞി അറ്റ് 365 ചെലുപ്പാടത്തെ മാനൂസ് മെഡിക്കൽസിലെ സ്ഥിരം ഡയബറ്റിക് സ്ക്രീനിങ്ങും ഈ വർഷവും തുടരാനായി. ഇതിനു പുറമെ വള്ളിക്കുന്ന് അത്താണിക്കലിലെ ഫസ്റ്റ് ഫ്രെയിംസ് ഒപ്റ്റിക്കൽസുമായി ചേർന്ന് സ്ഥിരം വിഷൻ സ്ക്രീനിങ്ങും തുടങ്ങാൻ ഞങ്ങളുടെ കാലത്തായി. 1500-ൽ അധികം പ്രോജക്റ്റുകൾ ചെയ്തു തീർക്കാൻ 2023-24 ലയണിസ്റ്റിക് ഇയറിൽ കഴിഞ്ഞു എന്നത് ഞങ്ങളുടെ ക്ലബിൻ്റെ കൂട്ടായ്മയുടെ തെളിവാണ്. ഡെയിലി സർവീസുകൾക്ക് പുറമെ വേറിട്ട സേവനങ്ങൾ നടത്താനായത് ക്ലബിൻ്റെ യശസ്സുയർത്തി. ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ വിഭാവനം ചെയ്യുന്ന വിഷൻ, ഡയബറ്റിക്, ഹങ്കർ, ചൈൽഡ്ഹുഡ് ക്യാൻസർ, എൻവിറോൺമെൻറ്റ്, ഡിസാസ്റ്റർ റിലീഫ്, ഹ്യൂമാനിറ്റേറിയൻ സർവീസ്, യൂത്ത് എന്നിവയ്ക്ക് പുറമെ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ ഒട്ടനവധി സേവനങ്ങൾ ഈ കാലയളവിൽ ക്ലബിന് നടത്താനായി.
അധ്യാപന രംഗത്ത് ഏവരാലും തിരസ്കരിക്കപ്പെടുന്ന എന്നാൽ ദൈവതുല്യമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ അധ്യാപകരായ പരപ്പനങ്ങാടി ഉപജില്ലയിലെ മുഴുവൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെയും അധ്യാപക ദിനത്തിൽ ആദരിക്കാനായത് ക്ലബിൻ്റെ സൗഭാഗ്യമായി കരുതുന്നു. ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കാനായതും ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ ചാലിപ്പറമ്പിൽ മാലിന്യ കൂമ്പാരമായി കിടന്ന സ്ഥലത്ത് നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളുമായി ചേർന്ന് മാനുവേട്ടൻ്റെ പേരിൽ സ്നേഹാരാമം നിർമ്മിക്കാനായതും ക്ലബിൻ്റെ വേറിട്ട പ്രവർത്തനമായി. കഴിഞ്ഞ PhD തുടങ്ങിവെച്ച വയനാട് ബത്തേരി ചെതലേത്ത് സ്ഥിതി ചെയ്യുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്കായുള്ള ITSRൽ മെഡിക്കൽ ക്യാമ്പ് ഈ വർഷവും ക്ലബിന് നടത്താനായതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. കാലിക്കറ്റ് എയർപോർട്ട് എയർ കസ്റ്റംസും രാമനാട്ടുകര സീനിയർ ചേംബറും ദേവഗമ്മ കോളേജ് ഓഫ് ഫാർമസിയുമായി ചേർന്ന് എയർപോർട്ട് ജീവനക്കാർക്കായി നടത്തിയ മെഡിക്കൽ ക്യാമ്പ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് ലഹരിക്കെതിരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ബോധവൽക്കരണം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ട്രാഫിക് ബോധവൽക്കരണം, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ വർഷം സാധിച്ചു. റീജിയണൽ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഡോക്ടർ VP ഗംഗാധരൻ്റെ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമിന് ആതിഥ്യമരുളാൻ നമുക്കായി എന്നത് അഭിമാനം നൽകുന്നു. ഡിസംബറിൻ്റെ മുമ്പ് തന്നെ DG, VDG, RC, ZC വിസിറ്റുകൾ സമയാസമയങ്ങളിൽ നടത്താൻ നമുക്കായി. ക്ലബിൻ്റെ ചരിത്രത്തിലാദ്യമായി PDG മന്തായ ഫെബ്രുവരിയിൽ PDG വിസിറ്റ് ലയൺ കേണൽ രാംകുമാറിൻ്റെ വിസിറ്റോടുകൂടി ഗംഭീരമായി നടത്താൻ നമുക്ക് സാധിച്ചു. ചികിത്സാ സഹായം, ഉപകരണ വിതരണം, ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങി ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ പാലിയേറ്റീവ് രംഗത്ത് നടത്തുവാൻ നമുക്ക് സാധിച്ചു. ZC ലയൺ സുധീർ KPയുടെ പ്രീ സോണൽ കോൺഫറൻസ്, RC ലയൺ നാരായണൻ MJFൻ്റെ പ്രീ റീജിയൻ കോൺഫറൻസ്, റീജിയണൽ ഓണാഘോഷം എന്നിവയ്ക്ക് ആദ്യമരുളാൻ നമുക്കായി. റീജിയണൽ തല ട്രെയിനിങ് പ്രോഗ്രാമായ റീവാംപ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്താനായതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്.
കഴിഞ്ഞ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ റീഡിസ്ട്രിക്റ്റിംഗ് സ്ഥാനാർത്ഥിയായിരുന്ന മലപ്പുറം ജില്ലയുടെ പോളിംഗ് ഏജന്റുമാരായി നമ്മുടെ 2 മെമ്പർമാർ ഉണ്ടായിരുന്നു എന്നത് ക്ലബിന് ലഭിച്ച അംഗീകാരമാണ്. 2024 കണ്ണൂരിൽ നടന്ന 318 മൾട്ടിപ്പിൾ കൺവെൻഷനിൽ ബെസ്റ്റ് ലിയോ ക്ലബ്ബായി ലിയോ ക്ലബ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തത് വലിയ നേട്ടമാണ്. ആദ്യമായി നമ്മുടെ ക്ലബിൽ നിന്നും ഇന്റർനാഷണൽ കൺവെൻഷനിൽ നമ്മുടെ ക്ലബ് മെമ്പർമാരായ ലയൺ നാരായണൻ MJF, ലയൺ ശ്വേത KT MJF, ലിയോ ആര്യ നാരായണൻ, ലിയോ ആദിത്യ നാരായണൻ എന്നിവർ പങ്കെടുക്കുകയും ലിയോ ആദിത്യ 318 മൾട്ടിപ്പിളിനെ ഇന്ത്യൻ പതാകയേന്തി നയിക്കുകയും ചെയ്തു. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്ന ദേവകിയമ്മ മെമ്മോറിയൽ സ്ഥാപനങ്ങൾ, നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഹോട്ടൽ ലേക്കാഞ്ചീസ്, ചൈത്രം ടൂർസ് ആൻഡ് ട്രാവൽസ്, ലയൺസ് ലീഡേഴ്സ്, ക്ലബ് മെമ്പേഴ്സ്, ലിയോസ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം. അടുത്തു വരുന്ന PSTക്ക് എല്ലാ ഭാവങ്ങളും കൂടെ ഞങ്ങളുണ്ടാവും.